ഡ്രീം മെർച്ചന്റിലേക്ക് സ്വാഗതം. ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് സ്വാദോടുകൂടി കഴിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. സ്വാദും വേണം, എന്നാൽ ഹെൽത്തിയും ആയിരിക്കണമെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിക്കണം. യഥാർത്ഥ വെജിറ്റേറിയൻ രുചിയാണ് ബ്രാഹ്മിൺസിന്റെ രുചി. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണല്ലോ ബ്രാഹ്മിൺസ്. തുടക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? 1987 സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ തോതിൽ ഈ പാചകത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അതിൽ സ്റ്റാർട്ട് ചെയ്തു തന്നെ. സാറിന് പാചകത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാം? സിൻഡിക്കേറ്റ് ബാങ്കിൽ 35,000 രൂപ PMRI അല്ലേ ലോണിൽ കിട്ടിയതാണ്. അങ്ങനെ സ്റ്റാർട്ടിങ് സൈക്കിളിൽ പ്രൊഡക്ഷൻ എടുത്ത് കൊണ്ടു കൊടുക്കുകയായിരുന്നു. ടൗണിലെ ഓരോ കടകളിലും സ്വന്തം സൈക്കിളിൽ തന്നെ കൊണ്ടുവരുന്ന വിൽക്കുമായിരുന്നു അത്യാവശ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒറ്റയാൾ പട്ടാളം എന്ന് പറയാം അല്ലേ? ഒറ്റയാൾ പട്ടാളം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ശരിക്കും ബ്രാഹ്മിൺസിന്റെ തുടക്കം. അങ്ങനെയായിരുന്നു. ഒറ്റയ്ക്കാണ് അപ്പോൾ സാർ ഇത്രയും ഈ കമ്പനിയെ വളർത്തിയെടുത്തത്. അപ്പോൾ ഈ വളർച്ചയുടെ ഇടയ്ക്കുണ്ടായ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഏതാണ്ട് ഓരോ ചെറിയ തോതിലുള്ള വളർച്ചയായിരുന്നു അതിൽ. 2005 മുതൽ വളർച്ച കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിലായി. 2005 ഒരുപാട് കാലയളവ് എടുത്തു. 2006 യൂണിയൻ പ്രോബ്ലം ഉണ്ടായി. അതോടുകൂടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സ്ഥാപിച്ചു. കിംഫ്ര പാർക്ക്, നല്ലാട്, പിന്നെ പൊള്ളാച്ചി, ഇവിടങ്ങളിൽ പുതിയ യൂണിറ്റുകൾ ഉണ്ടാകുന്നത്. പിന്നെ ഓരോ സമയത്തും അതിൻ്റേതായ വളർച്ച ഘട്ടങ്ങൾ നേടാൻ പറ്റി. നമുക്ക് ഒരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ആ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് പുതിയ യൂണിറ്റുകൾ തുടങ്ങിയത്. പുതിയ യൂണിറ്റുകൾ തുടങ്ങിയപ്പം കമ്പനിയുടെ കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കൂടി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടിയത് വഴി കൂടുതൽ സെയിൽസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഗ്രോത്തിലേക്ക് കൂടുതൽ എത്താൻ പറ്റി. ഒരു തരത്തിൽ ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മൾ മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു അങ്ങനെ ഒന്നതായിരിക്കാം. അതെ അതെ, പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോൾ കൂടുതൽ വളരാൻ സാധിക്കും. നമ്മുടെ അനുഭവങ്ങളിൽ നമ്മൾ കൂടുതൽ അച്ഛൻ്റെ ആ ഒരു വിഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പതുക്കെ മുകളിലേക്ക് വരണം. ഒരു എക്സ്പ്ലോഡ് ചെയ്യുന്ന ഗ്രോത്തിനേക്കാൾ കൂടുതൽ ബേസ് ഇട്ട് ഓരോ ഘട്ടത്തിലും അടിത്തറയിട്ടുള്ള സ്ഥിരമായ ഗ്രോത്ത് ആയിരിക്കണം നമ്മളുടെ എന്നായിരുന്നു അച്ഛൻ്റെ വിഷൻ. അതനുസരിച്ചാണ് ഞങ്ങളെല്ലാം അത് ഫോളോ ചെയ്ത് വരും. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവുന്നത് വരെ അല്ലെങ്കിൽ പ്രശ്നം അതിജീവിക്കുന്നതും ഒക്കെ സാർ ഒറ്റയ്ക്കായിരുന്നു? അപ്പൊ ആ സമയത്ത് ആരെങ്കിലും സപ്പോർട്ടിനുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ സപ്പോർട്ടൊന്നും ആയില്ലായിരുന്നു. A to Z വരെയുള്ള കാര്യങ്ങൾ. ആണോ? അപ്പൊ സാർ എന്താണ് കൈകാര്യം ചെയ്ത് തുടങ്ങിയത് ഈ ഒരു? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 2006 ശേഷമാണ് ആക്റ്റീവായിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ കോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അതിനുശേഷം 2006 ഈ ട്രേഡ് യൂണിയൻ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ കമ്പനിയിലേക്ക് വരുന്നത്. ഈ യൂണിയൻ പ്രശ്നം കാരണമാണോ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നത്? അല്ല, അതുകൊണ്ടല്ല. ഞാൻ കമ്പനിയുടെ ഭാഗമായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ. ഇതൊരു ക്ലോസ്ലി ഹെൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഇതൊരു ഫാമിലി ഓർഗനൈസേഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഈ കമ്പനിയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ഈ ആക്ടിവിറ്റീസിൽ കുടുംബത്തിലെ ഓരോരുത്തരും ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് MBA ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ആ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം എൻ്റെ കോഴ്സ് തീരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ യൂണിയൻ പ്രോബ്ലം ഉണ്ടായി എന്നുള്ള കാര്യം അച്ഛൻ വിളിച്ച് പറയുന്നത്. യൂണിയനിസം ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു ചലഞ്ച് തന്നെയാണ് ശരിക്കും ഒരു ഗ്രോയിങ് കമ്പനികളെ സംബന്ധിച്ച്. കാരണം ഒരു ഓപ്പറേഷണൽ ഇൻഫ്ലെക്സിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും ആ സമയത്ത്. പക്ഷേ അച്ഛനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ആ സമയത്ത് ഇവിടെ തിരിച്ചു വന്ന് സപ്പോർട്ട് ചെയ്ത് പുതിയ ഉയരങ്ങളിലേക്ക് കമ്പനി എത്തുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ എവിടെയാണ് കമ്പനി എത്തി നിൽക്കുന്നത്? പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ ബ്രാഹ്മിൺസ് കേരളത്തിലെ അറിയപ്പെടുന്ന ഫുഡ് ബ്രാൻഡുകളിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് വീട്ടമ്മമാർ, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരാണ് ശരിക്കും പറഞ്ഞാൽ. അവർ ബ്രാഹ്മിൺസ് എന്നുള്ള ബ്രാൻഡിനെ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അത് പ്രൊഡക്റ്റ് വരാൻ കാത്തിരിക്കാൻ വരെ ഉള്ളൊരു എന്താ പറയുക സ്റ്റേജിലേക്ക് ഒരു ക്ഷമ അവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ബ്രാൻഡിനോടുള്ള ലോയൽറ്റി ആയിട്ടാണ് കാണുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺസിന് ഏകദേശം 100ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്
ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. ബ്രാഹ്മിൻസിന് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ തന്നെ ഒമാൻ, കുവൈറ്റ്, അതുപോലെ US നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, UK യിലുണ്ട്, യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളിലും നമ്മൾ പ്രോഡക്റ്റ് നേരിട്ട് എത്തുന്നുണ്ട്. ഇതുപോലെ ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് 67 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിൽ മാത്രമുണ്ട്. അതുകൂടാതെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ മേജർ സിറ്റികളിലും, മുംബൈ, കൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ തുടങ്ങിയ എല്ലാ മെയിൻ മെട്രോ സിറ്റികളിലും മലയാളി കമ്മ്യൂണിറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബ്രാഹ്മിൻസിന് പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, കേരളത്തിലെ ഒരു എന്താ പറയുക, അറിയപ്പെടുന്ന എണ്ണപ്പെട്ട ഫുഡ് ബ്രാൻഡുകളൊന്നായി ബ്രാഹ്മിൻസിൽ ഒരു മാറാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഗ്രോത്ത്, അതായത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സ്റ്റാഫുകൾ എന്തായാലും കമ്പനിയിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് കമ്പനിയുടെ ഓൾ അറൗണ്ട് ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? ബ്രാഹ്മിൻസിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ കൺസ്യൂമേഴ്സിനെ പോലെ തന്നെ നമ്മളോട് ലോയൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാഫും കൂടിയാണ്. പ്രൊഡക്ഷൻ ലെവലിലും മാർക്കറ്റിംഗ് ലെവലിലും മാനേജ്മെൻറ്റ് ലെവലിലും ഒക്കെ ആയിട്ട് നമുക്ക് ഏകദേശം 215ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുന്നതിന് പകരം മെഷീനറികളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ കൂടെ ഉള്ള സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ് ബ്രാഹ്മിൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഫാക്ടറികളിലായാലും കൂടുതൽ മെഷീൻസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. അപ്പം മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കാനുള്ള ട്രെയിനിങ്ങുകൾ, ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്സ് അവരെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ അവർക്ക് വേണ്ട ബാക്കി എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ കമ്പനിയോട് ലോയലായിട്ട് ചെയ്യുന്ന ആ വർക്കിലൂടെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഈ പേര് ബ്രാഹ്മിൻസ് എന്നുള്ള പേര് പെട്ടെന്നാണ് നമ്മളിങ്ങനെ എന്താ പറയുക, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് എന്ന് തന്നെ പറയാം. അതും നമ്മൾ മലയാളികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേര്. നമുക്ക് പെട്ടെന്ന് ഈ പേര് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് ഇല വിരിച്ച് നല്ലൊരു സദ്യയാണ്. അപ്പൊ ഈ പേരിന്റെ പിന്നിലുള്ള ഒരു മോട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു മോട്ടോ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മിൻസിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രാഹ്മിൻസിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മിൻസ് എപ്പോഴും വെജിറ്റേറിയനിസത്തിന് വേണ്ടി, വെജിറ്റേറിയൻ എന്നുള്ള കൺസെപ്റ്റിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കമ്പനിയാണ്. ശരിയാണ്, നല്ല ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബ്രാഹ്മിൻസിന്റെ പഞ്ച് ലൈൻ തന്നെ എടുത്തു നോക്കി അറിയാം. ബ്രാഹ്മിൻസ് ടച്ച് എ വെജിറ്റേറിയൻ പ്രോമിസ് എന്നാണ് ശരിക്കും ബ്രാഹ്മിൻസിന്റെ പഞ്ച് ലൈൻ. ഈ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വെജിറ്റേറിയൻ ആവുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മൾ കഴിക്കുന്ന ഡെയിലി ഭക്ഷണത്തിൽ വെജിറ്റേറിയൻ ഫുഡിൻ്റെ അംശം അല്ലെങ്കിൽ ആ ഒരു പോർഷൻ കൂട്ടുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുന്നവരോട് നമ്മൾ കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നല്ല വെജിറ്റേറിയൻ ഫുഡിലൂടെ ലോകത്തെ ഹെൽത്തി ആക്കി എടുക്കുക, അതാണ് ബ്രാഹ്മിൻസിൻ്റെ മോട്ടോ. അപ്പോൾ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി പൊതുവെ വെജിറ്റേറിയനിസത്തിൽ കുറച്ച് എക്സ്പെർട്ടൈസ് ഉള്ളതാണെന്നാണ് പൊതുവെ ഉള്ളൊരു ജനറൽ പെർസ്പെക്റ്റീവ്. ശരിയാണ് തന്നെ. അപ്പോൾ ആ ഒരു വാല്യൂസ് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് അവരെ കൂടുതൽ ആരോഗ്യമുള്ളവരാക്കി മാറ്റുക, അതാണ് ബ്രാഹ്മിൻസിൻ്റെ മോട്ടോ. ഇത് നമ്മുടെ സെൻട്രലൈസ്ഡ് പാക്കിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് 5 പാക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഇതിന് വെർട്ടിക്കൽ ഫോം ഫിൽ സീലിംഗ് മെഷീൻ എന്ന് പറയും. അതായത് ഏകദേശം ഒരു മിനിറ്റിൽ 20 തൊട്ട് 40 പാക്കറ്റ് വരെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഈ മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഏകദേശം 40% മാൻ പവർ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. മാനുവൽ പാക്കിങ്ങിനെ അപേക്ഷിച്ച് 40%ഓളം മാൻ പവർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇത് വളരെ ഹൈ സ്പീഡ് മെഷീനുകളാണ്, കാണാൻ സാധിക്കും. ആ കാണുന്നത് ഗ്രാന്യൂൾ പാക്ക് ചെയ്യുന്ന കപ്പ് ഫില്ലർ സീലിംഗ് മെഷീനാണ്. ഏകദേശം നമുക്കൊരു മിനിറ്റിൽ 30 പാക്കറ്റോളം കിട്ടുന്നുണ്ട്. ഇതിൽ ഒരിക്കലും ഹാൻഡ് ടച്ച് വരുന്നില്ല. പ്രൊഡക്റ്റ് ഫീഡ് ചെയ്ത് കൊടുത്ത് പാക്ക് ചെയ്ത് വരുന്നവരെയുള്ള സമയത്ത് ഒരിക്കലും നമ്മൾ കൈ കൊണ്ട് അത് തൊടുന്നില്ല.
ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് നന്നായിട്ടുണ്ട് ഈ കമ്പനിയിൽ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എങ്ങനെയാ ഫാമിലി സപ്പോർട്ട് ചെയ്തത്? എന്തെല്ലാം രീതിയിലാണ് ഫാമിലിയുടെ കൈകടത്തൽ ഉള്ളത്? ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി ലൈഫ്, ഒഫീഷ്യൽ ലൈഫ് എന്നൊരു രണ്ട് ലൈഫ് ഇല്ല ശരിക്കും. ഇത് ഇൻവോൾവ് ആണ്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയറിയാം, ഞങ്ങൾ താമസിക്കുന്നത് തന്നെ ഫാക്ടറി കോമ്പൗണ്ടിലാണ്. അതെ അതെ. അപ്പോൾ ഇതൊരു ക്ലോസ്ലി ഹെൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുള്ള ഒരു ഫാമിലി ഓർഗനൈസേഷൻ കൂടെ കൂടിയാണ്. ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അമ്മയാണ് മഞ്ജരി, പിന്നെ അച്ഛനെ ഓൾറെഡി പരിചയപ്പെട്ടു. എൻ്റെ മോളാണ് ശിവാനി. ഞാൻ വന്നപ്പോ തന്നെ കൂട്ടായി ഞങ്ങൾ. ഇനി UKG-യിലേക്കാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് അവള് കാണുന്നത്. അപ്പോൾ വൈഫാണ് അർച്ചന. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഡയറക്ടേഴ്സാണ്. എൻ്റെ സിസ്റ്ററുണ്ട് സത്യ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആണ്. കോയമ്പത്തൂർ അമൃത കോളേജിൽ പഠിക്കുന്നു. ഇനി സത്യം കൂടെ വരുമ്പോൾ സത്യം ഇതിന്റെ ഭാഗമാവും പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. കാരണം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെ ബ്രാഹ്മിൻസിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ അമ്മയും അർച്ചന എല്ലാവരും ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ അർച്ചന ഇതിന്റെ പ്രൊഡക്ഷനിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആണ്, ഓപ്പറേഷൻസിന്റെ ഭാഗമാണ്. അമ്മ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ബാച്ചും ഇവിടെ ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൺട്രോൾ, അത് വരുന്ന സമയത്ത് ഏത് റോ മെറ്റീരിയൽ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. മിക്കവാറും പ്ലാന്റിൽ നിന്ന് റോ മെറ്റീരിയലിന്റെ സാമ്പിൾസ് നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് വേണ്ട ചേഞ്ചസ് കാര്യങ്ങൾ വരുന്നത് ശരിക്കും അതിന്റെ ഡിസിഷൻ വരുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയുടെ കൺട്രോൾ റൂം ഈ വീടാന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പോടുകൂടി നമുക്ക് അല്ലേ വാങ്ങിക്കാനും പറ്റും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക്. തീർച്ചയായിട്ടും. കാരണം ഈ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ ബാച്ചിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ശരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അർച്ചനയുടെ പങ്ക് എന്താണ്? ആക്ച്വലി എല്ലാവരെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് തന്നെ, ഇപ്പം പ്ലാന്റിൽ ചെന്നാലും അതെ, ഓഫീസിലാണെങ്കിലും, അതുകൊണ്ടൊരു വർക്ക് ചെയ്യണ രീതിക്ക് തോന്നാറില്ല. നമുക്ക് ഡെയിലി എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ പ്രൊഡക്ഷന്റെ കാര്യത്തില് ശരിക്കും അർച്ചനയുടെ നല്ലൊരു പങ്കുണ്ട് അല്ലെ? അപ്പൊ ഏതെല്ലാം കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്? പ്ലാനിങ് കൂടുതൽ ചെയ്യുന്നത് ശരിക്കും അർച്ചനയാണ് ചെയ്യുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ റോ മെറ്റീരിയൽ പർച്ചേസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അർച്ചനയുടെ റോ മെറ്റീരിയൽ പ്ലാനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ അച്ഛന് സബ്മിറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് ശരിക്കും പ്രൊഡക്റ്റിന് ഓർഡർ ഇവിടുന്ന് ഡയറക്റ്റ് പോകുന്നത്. ഏത് റോ മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ സെയിൽസ് പ്ലാനിൽ നിന്ന് വരുന്ന സെയിൽസ് ഓർഡേഴ്സ് അല്ലെങ്കിൽ സെയിൽസ് പ്ലാൻ അനുസരിച്ച് പ്രൊഡക്ഷൻ ഓരോ പ്ലാന്റിലെയും പ്ലാൻ ചെയ്യാനുള്ള ഷെഡ്യൂൾസ് ഫിക്സ് ചെയ്യുന്ന അർച്ചനയാണ്. എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിൽ 12 മണി വരെയുള്ള വർക്കാണ് ശരിക്കും ഓരോ പ്ലാന്റിലെയും പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് അത് ഏതൊക്കെ എക്യുപ്മെൻറ്റ്സിലാണ് അത് എടുക്കേണ്ടത്, ഏതൊക്കെ വർക്കേഴ്സാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എൻ്റയർ ഷെഡ്യൂളാക്കി ആ ഷെഡ്യൂൾസ് ശരിക്കും അതായത് പ്ലാൻ ഹെഡുകൾക്ക് ഇമെയിൽ ചെയ്യുന്ന അർച്ചനയാണ് ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം നല്ല പണിയുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലാനിങ് സൈഡ്. മുഴുവൻ ഡയറക്റ്റ് അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഫാമിലിയുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഒരു എബിലിറ്റീസ് ആണുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഒരു വിഷണറിയാണ് ശരിക്കും കമ്പനിയുടെ. ശരിക്കും അവിടെ എത്തണം, ഏത് രീതിയിലേക്ക് പോകണം, ഏതൊക്കെ മേഖലകളിലേക്ക് ഡൈവേഴ്സ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഫൈനൽ ഡിസിഷൻസ് എല്ലാം അച്ഛൻ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഫീസിബിലിറ്റി ഫാക്ടേഴ്സ് നമ്മൾ ഫാമിലി തന്നെ ഡിസ്കസ് ചെയ്യും. അതുപോലെ എനിക്കതിൽ കൂടുതൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് ഇൻഡെപ്തായിട്ട് സ്റ്റഡി ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അനലിറ്റിക്കൽ പാർട്ട് കൂടുതൽ അർച്ചനയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു റൈറ്റ് കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ലൊരു വിജയത്തിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കുറെയൊക്കെ നമുക്ക് എന്താ പറയാ ടെൻഷൻ ഫ്രീ ആയിരിക്കും, എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് കുറെ കൂടി ഈസി ആവും കാര്യങ്ങൾ. ഈസി ആവും. ഒരാളെ മറ്റേ ഇവിടുത്തെ ഇഷ്യൂസോ ബാക്കി പ്രശ്നങ്ങളോ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും തന്നെ അറിയാം. ഈവൻ എന്താ പറയുക, എൻ്റെ സിസ്റ്റർ കോയമ്പത്തൂരാണെങ്കിൽ പോലും ഇവിടുത്തെ പല കാര്യങ്ങളും അമ്മ വഴിയും ഞങ്ങൾ വഴിയും സത്യം അറിയുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കീപ് അപ്ഡേറ്റഡ് എന്നുള്ളൊരു ഒരു മണിക്കൂർ എല്ലാവരും കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ആ സമയത്തും പോലും സംസാരിക്കുന്നത്
ആ സമയം നല്ല എപ്പോൾ എന്ത് സംസാരിക്കുന്നോ കമ്പനിയുടെ കാര്യങ്ങളായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ എല്ലാ സമയത്തും കമ്പനിയുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു, കമ്പനിയുടെ കാര്യങ്ങളാണ് ഡിസ്കഷനിൽ വരുന്നത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ വേറെ എന്തൊക്കെയാണ്, ഒരു ലെഷർ ടൈം പോലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ, അതോ അപ്പോഴും കമ്പനി തന്നെയാണോ? ഞങ്ങളെ സംബന്ധിച്ച് ലിഷർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ദിവസം വിട്ടു നിന്നാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സമാനം ഇല്ലാത്തൊരവസ്ഥയാണ്. എൻജോയ് ചെയ്ത ലൈഫ് ഞങ്ങള് ഇത് തന്നെ ഞങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ് ശരിക്കും. ഞങ്ങൾ വി ആർ എൻജോയിങ് എ ലോട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില കേരളത്തിലുള്ള പല ഫാമിലികളിൽ സംഭവിക്കുന്ന വെച്ചാൽ ബിസിനസ്സുകാരുടെ ഫാമിലികളിൽ ശരിക്കും ആ എന്റർപ്രണർ ഒറ്റപ്പെടുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു തകർച്ചയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഫാമിലിയിൽ നിന്ന് തന്നെയായിരിക്കും ആദ്യത്തെ കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. അങ്ങനെ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതിന് പോകണ്ട, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ ശരിക്കും നാച്ചുറലി തകർന്നു പോകും. പക്ഷേ ഞങ്ങളുടെ ഫാമിലി ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് ഇഷ്യൂ ഉണ്ടായാലും ഒരു കളക്റ്റീവ് ഡിസ്കഷനും അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പെട്ടെന്ന് പറ്റുന്നുണ്ട്. ഒരിക്കലും ഒരു ബ്ലെയിം ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് അത് ഒരിക്കലും പോകുന്നില്ല. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഒരു വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ തന്നെയാണ് പറയാം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെന്റ്, പിന്നെ ലോയൽ കസ്റ്റമേഴ്സ്, ശരിക്കും നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇവരുടെയൊക്കെ ഒരു എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രാഹ്മിൻസ് എന്നുള്ള ബ്രാൻഡ് ഇന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ കാരണം. ബ്രാഹ്മിൻസിന്റെ പാക്കറ്റിൽ തന്നെ ഒരിടയ്ക്ക് വ്യത്യാസങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പുതിയ പുതിയ രുചികൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. മിക്കവാറും വീട്ടിൽ ട്രൈ ചെയ്യുന്ന അമ്മയായിരിക്കും അല്ലേ? ഏത് സാധനം ഞാൻ ആദ്യം വെച്ച് നോക്കി അത് മാത്രമേ പുറത്ത് വിടാറുള്ളൂ. അപ്പൊ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തി വീണ്ടും വീണ്ടും വെച്ച് നോക്കും. എല്ലാ സാധനവും അടുക്കളയിൽ ഞങ്ങൾ വെച്ച് നോക്കും. ഞങ്ങൾ രണ്ടുപേരും അർച്ചന. അതിനുശേഷം ഉറപ്പായിട്ട് നല്ലതാണെന്ന് തീർച്ചയായിട്ട് പുറത്ത് വിടാറുള്ളൂ. അപ്പൊ ഇങ്ങനെ കൂട്ടൊക്കെ അമ്മയുടെ അല്ല കൂടുതലും പിന്നെ ചിലതൊക്കെ അഭിപ്രായം പറയും. ഇത് കുറച്ച് ഐറ്റം കൂടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെയുള്ള ഇത്തിരിയൊക്കെ. അല്ല എനിക്ക് ബാക്കി മുഴുവൻ ഇവരുടെ എല്ലാവരുടെയും അടുക്കളയില് സ്വാദ് നോക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അമ്മ തന്നെ ഡെവലപ്പ് ചെയ്ത 1-2 പ്രോഡക്റ്റ് ഉണ്ട്, ഉടനെ തന്നെ മാർക്കറ്റിൽ വരും. അത് ശരി. ഓ, അപ്പൊ അധികം താമസിച്ചാൽ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെ, അമ്മയുടെ കൈപ്പുണ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. വെറുതെ ഒരു ദിവസം പരീക്ഷിച്ച് നോക്കി, അത് തരക്കേടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരത് മാർക്കറ്റിൽ ഇറക്കാൻ. ശരി. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഈ കുക്കറി ഷോയിലൊക്കെ കാണുമല്ലോ അമ്മ പുതിയ പുതിയ ഐറ്റം ട്രൈ ചെയ്യാറുണ്ട്. ഒരു ദിവസം വെറുതെ ഒരു വെറൈറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മുടെ പിക്കിൾസ് ഡിവിഷൻ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്, അമ്മ ഇവിടെ ഇല്ലത്ത് ഉപയോഗിക്കാൻ ഉണ്ടാക്കി വെച്ച പിക്കിൾസ് ഒരു ദിവസം അച്ഛനടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെയാണ് ശരിക്കും കമ്പനിയുടെ പിക്കിൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അമ്മ അത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു. അച്ഛനെ നേരെ കൊണ്ടുപോയി നേരെ പാക്ക് ബോട്ടിലുകളിലേക്ക് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു. പക്ഷെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും ബ്രാഹ്മിൻസിന്റെ ആ പിക്കിൾസ് എന്നുള്ള ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയോടുകൂടി ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് ഇറ്റ്സ് നോട്ട് എ കമ്പനി, ഇറ്റ്സ് അവർ ഹോം. സ്റ്റാഫിന്റെ ഒക്കെ സപ്പോർട്ടും അതുപോലെ തന്നെ. അവർക്കും ആ ഒരു ടേസ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പം സ്പൈസ് മിക്സ് ആയി കഴിഞ്ഞാൽ അവർക്കത് അറിയാം. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ അവർ പാക്കിങ്ങിന് എടുക്കില്ല, അതിന്റെ സാമ്പിൾ ഇവിടെ കൊണ്ടുവന്ന് വരും. നമ്മുടെ എംപ്ലോയീസിൽ ഭൂരിഭാഗം ലേഡീസ് തന്നെയാണ്. കാരണം അവർക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പുരുഷന്മാരൊക്കെ കൂടുതൽ ഇത്തരം സ്മെല്ലുകൾ അല്ലെങ്കിൽ ടേസ്റ്റുകൾ സെൻസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേരിയേഷൻ ഉണ്ടായാലും അർച്ചന പറഞ്ഞാൽ അതപ്പോൾ തന്നെ അവർ തന്നെ കറക്റ്റ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റിലേക്ക് ക്വാളിറ്റി കൺട്രോളിന് പോലും കൊടുക്കുന്ന അവരുടെ ആ ഒരു കറക്ഷൻ കഴിഞ്ഞ ശേഷമുള്ളൂ. അപ്പൊ ഉടനെ തന്നെ അമ്മ ഉണ്ടാക്കുന്ന അമ്മ ട്രൈ ചെയ്ത പുതിയ ഐറ്റം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. വീണ്ടും വീണ്ടും ഒരുപാട് രുചികൾ മുന്നിലേക്ക് വരട്ടെ, ഞങ്ങളുടെയൊക്കെ അടുത്തേക്ക് എത്തട്ടെ, നാവിന് നല്ല രുചി ഉണ്ടാവട്ടെ, എല്ലാ ഗ്രോത്തും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.